ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജിയും നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയുമാണ് നോക്കാൻ പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. പോസിറ്റീവായിട്ടിരിക്കുക, തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ് നോക്കുന്നത്. നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഓൾറെഡി എൻഡായിപ്പോയ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഇപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഗ്രോത്ത് വരുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ രണ്ടുപേരും ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം, നിങ്ങളും നിങ്ങളുടെ പേഴ്സണും. ഈ ഒരു സമയം നിങ്ങൾ രണ്ടുപേരും പരസ്പരം മിസ്സ് ചെയ്യുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ്സ് ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ മിസ്സ് ചെയ്യുന്നതായിട്ട് കാണുന്നു. രണ്ടുപേരും പാസ്റ്റ് മെമ്മറീസ് എല്ലാം ഓർത്തെടുക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്സ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയം നിങ്ങൾ രണ്ടുപേരും ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരണമെന്നും, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ ആണെങ്കിൽ നിങ്ങളെ തിരികെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരണമെന്നും അതിയായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി നോക്കുമ്പോൾ ഇതാണ് കാണുന്നത്. ഒരു ഗ്രോത്ത് വന്നതായിട്ടാണ് കാണുന്നത്. അല്ലെ ഒരു ഗ്രോത്ത് കൊണ്ടുവരാൻ നിങ്ങൾ രണ്ടുപേരും പരിശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്ന് നോക്കാം. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എനർജി നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സണ് നിങ്ങൾക്കൊരു ക്ലാരിറ്റി തന്നു. അതായത് ഇത്രയും നാൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ക്ലാരിറ്റി ഈ ഒരു പേഴ്സൺ തന്നിട്ടുണ്ടാവുകയില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കൊരു ക്ലാരിറ്റി തന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്താണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്ന് നോക്കാം. ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സ്റ്റക്കാണെന്നാണ് കാണുന്നത്. അതായത് അവർക്ക് നിങ്ങളെ വിട്ടിട്ട് പോകാനായിട്ട് കഴിയുകയില്ലെന്ന് ഈ ഒരു സമയം മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ എന്ത് സാക്രിഫൈസിനും നിങ്ങളുടെ വ്യക്തി തയ്യാറാണെന്നാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം എന്നുള്ളത് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുടെ കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഉടനെ പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങളുമായിട്ടുള്ള ഒരു ഫ്യൂച്ചറാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡേ ആൻഡ് നൈറ്റ് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ്. ഈ ഒരു വ്യക്തി വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി വളരെ ഡേ ഡ്രീമറാണ്. അതായത് നടക്കാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റിയൊക്കെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഏതായാലും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ ഒരു ഫ്യൂച്ചറാണ് ഈ ഒരു വ്യക്തി ഈ ഒരു സമയം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഫീലിങ്സ് നോക്കാം, കുറേ കൂടെ കാർഡ്സ് എടുക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇത്രയും നാൾ സംഭവിച്ച കാര്യങ്ങളെല്ലാം നിങ്ങളോട് തുറന്നു പറഞ്ഞ് ഒരു ക്ലാരിറ്റിയോടുകൂടി നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഈ ഒരു വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി വളരെ ജെനുവിനായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് കൊണ്ടുവരണം, അതായത് ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുവരണം. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ളൊരു ലൈഫ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണം, ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെയുള്ളത് ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് സെപ്പറേറ്റ് ആയി പോകുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ലെന്ന് ഈ ഒരു വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നു. ഇനി ഫീലിങ്സ് നോക്കാം, കുറച്ചുകൂടെ കാർഡ്സ് നോക്കാം. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഫീലിങ്സ്? ഈ ഒരു വ്യക്തി നിങ്ങളെ വളരെയധികം മിസ്സ് ചെയ്യുന്ന ഒരു എനർജിയാണ്. അവരുടെ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ഒന്നും ചിലപ്പോൾ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. ചിലപ്പോൾ എല്ലാം ഹൈഡ് ചെയ്ത് പിടിച്ചിരിക്കുകയായിരിക്കാം. കാരണം അവരുടെ സിറ്റുവേഷൻസ് അങ്ങനെ ആയിരിക്കാം. പക്ഷേ എന്തായാലും ഈ ഒരു വ്യക്തി നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ചിലപ്പോൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ആയിരിക്കാം വർക്കാവുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ഒരു വ്യക്തി ഇപ്പോൾ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് തയ്യാറല്ല. കാരണം ചുറ്റുമുള്ള കാര്യങ്ങളിലൊക്കെ എല്ലാം ഒന്ന് അടങ്ങട്ടെ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഈ ഒരു വ്യക്തി നന്നായി പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നു. കാരണം അവരുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങളെല്ലാം ഒന്ന് ഇമ്പ്രൂവായി യൂണിവേഴ്സ് ഹെൽപ്പ് ചെയ്യുമെന്ന് ഈ ഒരു വ്യക്തി നല്ലതായിട്ട് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നു.
എന്തെങ്കിലും ഒരു മിറാക്കിൾ സംഭവിക്കും എന്നുള്ള രീതിയിൽ ഈ ഒരു വ്യക്തി ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്തൊക്കെയോ സിറ്റുവേഷൻസ് കൊണ്ട് ആ ഒരു വ്യക്തിക്ക് ഒരു ആക്ഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞ ഓരോ വാക്കുകളും ആ ഒരു വ്യക്തിക്ക് സമാധാനവും സന്തോഷവും നൽകിയിരുന്നുവെന്ന് ആ ഒരു വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളായിരുന്നു ആ ഒരു വ്യക്തിക്ക് ഒരു എനർജി കൊടുത്തതെന്ന് ആ ഒരു വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ഒരു പുതിയ തുടക്കമാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് കൊണ്ടുവരാനാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ചും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയതായിട്ട് കാണുന്നു. അതായത് ആ ഒരു വ്യക്തി സോൾ സെർച്ചിങ് എനർജിയിലാണ്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ച് ഗാഢമായി ചിന്തിക്കുകയാണ്. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തനിക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഇതിൽ നിന്നാൽ എന്താണ് ബെനിഫിറ്റ് തനിക്ക് ഉണ്ടാകുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ ആ ഒരു വ്യക്തി ചിന്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രസൻറ്റ് സിറ്റുവേഷനിൽ നിന്നൊക്കെ വിട്ട് ആ ഒരു വ്യക്തി എന്താണ് തനിക്ക് വേണ്ടത് എന്നുള്ള കാര്യത്തെപ്പറ്റി ഗാഢമായി, അതായത് സീരിയസ് ആയിട്ട് തിങ്ക് ചെയ്യുന്നതാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു വ്യക്തി ഒരു ഫ്യൂച്ചറിൽ ഒരു ആക്ഷൻ എടുക്കും എന്നുള്ളത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ആ ഒരു വ്യക്തി ഇപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞു. നിങ്ങളായിരുന്നു ശരി എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് നൽകണം എന്നുള്ള രീതിയിലാണ് ചിന്തിക്കുന്നത്. ആ ഒരു കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ മാരേജ് ആകാം. ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് ഒരു പുതിയ തുടക്കമാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുവരണം. ഈ ഒരു സമയം നിങ്ങളെ വളരെയധികം പ്രിഷ്യസ് ആയിട്ടാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് കാണുന്നത്. കാരണം ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കമാണ് ആഗ്രഹിക്കുന്നത്. ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഏതായാലും നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് വളരെയധികം ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് എനിക്ക് ആദ്യമേ തന്നെ കാർഡ്സ് ലഭിച്ചിരുന്നു. അപ്പം വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി. അപ്പോൾ ഈ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളുമായിട്ട് ഒരു പുതിയ തുടക്കമാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തെ പറ്റിയിട്ട് ഒരു പ്രതീക്ഷയാണ് ഈ ഒരു വ്യക്തിക്കുള്ളത്. വളരെയധികം പോസിറ്റീവായിരുന്നു നിങ്ങളുടെ വ്യക്തിയുടെ ഫീലിങ്സ്. ഇനി നിങ്ങളുടെ എനർജിയാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി എന്താണ്? യൂണിവേഴ്സ്, നിങ്ങളുടെ ലൈഫ് ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് കൊണ്ടുവരണം, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് കിട്ടണം എന്നുള്ള രീതിയിൽ ചിന്തിച്ചിരിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഈ ഒരു സമയം ഒരു കമ്മിറ്റ്മെൻ്റാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പേഴ്സണിൽ നിന്ന്. എനിക്ക് ആദ്യമേ തന്നെ കാർഡ്സ് കിട്ടിയായിരുന്നല്ലോ. 6 ഓഫ് കപ്സ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി. 2 പേരും അവരുടെ പാസ്റ്റ് മെമ്മറീസ് എല്ലാം ഓർത്തെടുക്കുകയാണ്. ഇവിടെ നിങ്ങളുടെ എനർജിയും നോക്കുമ്പോൾ എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോൾ നിങ്ങളുടെ എനർജിയാണല്ലോ ഞാനിപ്പോൾ ചെക്ക് ചെയ്യുന്നത്. അപ്പം അതിൽ വന്നിരിക്കുന്നത് ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള പാസ്റ്റ് മെമ്മറീസാണ് ഓർത്തെടുക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് എല്ലാം എൻഡ് ചെയ്ത് നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ഒരു പുതിയ തുടക്കം, അതായത് പഴയ കാര്യങ്ങളെല്ലാം അവിടെ വിട്ട് പുതിയൊരു ലൈഫിലേക്ക് കടക്കാനാണ് നിങ്ങൾ ഈ ഒരു സമയം തയ്യാറായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള പാസ്റ്റ് മെമ്മറീസ് എല്ലാം ഓർത്തെടുക്കുന്നു. ആ ഒരു എനർജിയിലാണ്. ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ വളരെയധികം മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. കാരണം മറ്റെന്തൊക്കെ സന്തോഷങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് നിങ്ങളുടെ ലൈഫിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം സങ്കടത്തിലാണ് കാണുന്നത്. കാരണം ആ ഒരു പേഴ്സണും കൂടെ വന്നാലേ നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ് ആകൂ എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ഈ ഒരു സമയം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ തിരികെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു എനർജിയും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ളൊരു ഹാപ്പി ഫാമിലി ലൈഫാണ്. അത് കിട്ടാനായിട്ടായിരിക്കാം നിങ്ങൾ ഇത്രയും കാലം വെയിറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ ഒരു ചിന്തകളിൽ തന്നെ നിങ്ങൾ സ്റ്റക്കാണ്. അതായത് ആ ഒരു പേഴ്സണുമായിട്ടുള്ള ജീവിതത്തിൻ്റെ ചിന്തകളിൽ തന്നെ നിങ്ങൾ സ്റ്റക്കാണ്. നിങ്ങൾക്കതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഏത് സമയവും നിങ്ങളുടെ പേഴ്സണെക്കുറിച്ചുള്ള ചിന്തകളാണ്.
അതാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ പോസിറ്റീവായിട്ടുള്ള ചിന്തകളും വരും, നെഗറ്റീവായിട്ടുള്ള ചിന്തകളും വരും. എന്തായാലും ഈ ഒരു ചിന്തകളിൽ തന്നെ നിങ്ങൾ സ്റ്റക്കാണെന്നാണ് കാണുന്നത്. ആ ഒരു പേഴ്സണെ മാത്രം പ്രതീക്ഷിച്ച് നിങ്ങൾ ജീവിക്കുന്നതായിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഒരു പേഴ്സൻ്റെ ചിന്തകളിൽ നിന്നും, ആ ഒരു പേഴ്സൻ്റെ ഓർമ്മകളിൽ നിന്നും, ആ ഒരു പേഴ്സൻ്റെ ജീവിതത്തിൽ നിന്നും നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ആ ഒരു പേഴ്സണെ മാത്രം പ്രതീക്ഷിച്ച് നിങ്ങൾ ഇരിക്കുന്നതായിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഒരു പേഴ്സണെ മതി നിങ്ങൾക്ക്. നിങ്ങളുടെ ലൈഫിൻ്റെ പ്രകാശം എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങൾ ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ആ ഒരു പേഴ്സണുമായിട്ട് ഒരു പുതിയ ജീവിതം തന്നെയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. നിങ്ങളുടെ എനർജി എനിക്ക് അങ്ങനെയാണ് കിട്ടുന്നത്. പക്ഷേ നിങ്ങളിപ്പോൾ ഈ ഒരു സമയം ഒരു സെൽഫ് ലവിലേക്കൊക്കെ മാറിയിട്ടുണ്ടായിരിക്കാം. കാരണം നിങ്ങളുടെ പേഴ്സൺ വരുമ്പോൾ വരട്ടെ എന്നുള്ള രീതിയിൽ ചിന്തിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള പാസ്റ്റ് മെമ്മറീസ് എല്ലാം ഉണ്ട്. നിങ്ങളുടെ പേഴ്സണുമായിട്ടൊരു പുതിയ ലൈഫ് തുടങ്ങണമെന്നുണ്ട്. ആ ഒരു പേഴ്സൺ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷമില്ല. ഒക്കെ കാര്യങ്ങളൊക്കെ ശരിയാണെങ്കിലും നിങ്ങളിപ്പോൾ ഒരു സെൽഫ് ലവിലേക്ക് മാറിയതായിട്ടാണ് കാണുന്നത്. ആ ഒരു പേഴ്സൺ വരുമ്പോൾ വരട്ടെ, യൂണിവേഴ്സിൻ്റെ സമയമാകുമ്പോൾ വരുമ്പോൾ വരട്ടെ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങൾ സ്വന്തം കാര്യം നോക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം ഈ ഒരു സമയം. നിങ്ങൾ ഈ ഒരു വ്യക്തിയിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ്. അതായത് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ളൊരു സ്നേഹം, ആ ഒരു വ്യക്തിയിൽ നിന്ന് കിട്ടുന്ന സമയം, ഇതെല്ലാം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങൾക്ക് തിരികെ കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു സമയം വെയിറ്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ എനർജി ഇതായിരുന്നു. രണ്ട് പേരുടെ എനർജിയും വളരെ പോസിറ്റീവാണ് ഇന്നത്തെ കാർഡ്സ് വന്നത്. ആ ഒരു വ്യക്തിയും ഇപ്പോൾ എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞ് നിങ്ങളുമായിട്ട് ഒരു ക്ലാരിറ്റിയോടുകൂടി റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം, അതിന് വേണ്ടിയിട്ട് ആ ഒരു വ്യക്തി മാനിഫെസ്റ്റും ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി നോക്കുമ്പോൾ ഒരു ഗ്രോത്താണ് കാണുന്നത്. അതായത് ഓൾറെഡി എൻഡായിപ്പോയ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നു. രണ്ടുപേരും ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഇനി നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നുകൂടി നോക്കാം. ഈ ഒരു പേഴ്സൺ വളരെയധികം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. വളരെയധികം ക്ഷമയോടുകൂടി നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട്, അതായത് നമുക്ക് ആദ്യമേ അവരുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി കിട്ടിയായിരുന്നു, ആ ഒരു ഗ്രോത്താണ് കാണുന്നത്. അതായത് ഹാർഡ് വർക്ക് ചെയ്യുന്നു, അതിനുള്ള ഗ്രോത്ത് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. അതായത് അതിൻ്റെ ഒരു റിസൾട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ ഈ ഒരു വ്യക്തി ഒരു സ്പിരിച്വാലിറ്റിയിലൊക്കെ വിശ്വസിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് നൽകണമെന്ന് ഈ ഒരു വ്യക്തി ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്തായാലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ളൊരു ലൈഫ്, അല്ലെങ്കിൽ ആഗ്രഹിച്ചതുപോലെയുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് ഈ ഒരു വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ആക്ഷൻ എടുത്ത് നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കത്തിലാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ വളരെയധികം മിസ്സ് ചെയ്യുന്നതാണ് ഈ ഒരു സമയം പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ റൊമാൻറ്റിക് എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്തതിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വ്യക്തിയെ ഒരുപാട് സ്നേഹിച്ചതിൻ്റെ ആയിരിക്കാം. എന്തായാലും ഈ ഒരു പേഴ്സൺ വളരെയധികം നിങ്ങളെ മിസ്സ് ചെയ്യുന്നു. ഈ ഒരു വ്യക്തി ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുകയാണ്, എനിക്ക് കുറച്ച് സമയം ആവശ്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു വ്യക്തിക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് അടങ്ങട്ടെ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു വ്യക്തിക്ക് ഇപ്പോഴൊരു ആക്ഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷേ കാര്യങ്ങളെല്ലാം ഇമ്പ്രൂവായി നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം ഉണ്ടാകും, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ളൊരു ജീവിതം, അതൊക്കെയാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ആ ഒരു വ്യക്തി ഒരു ഹീൽ ചെയ്യുകയാണ്. പാസ്റ്റിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായ ഇഷ്യൂസ് ആയിരിക്കാം. എന്തായാലും ഈ ഒരു വ്യക്തി ഹീൽ ചെയ്യുകയാണ്. നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കമാണ് ആഗ്രഹിക്കുന്നത്. അവരുടെ സോൾ മെസ്സേജ് എല്ലാം വളരെ ജെനുവിനായിട്ടുള്ളതാണെന്ന് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. കാരണം ആ ഒരു വ്യക്തി ഒരു കമ്മിറ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്നു, ഒരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നു. അവരുടെ സോളിനെ ഹീൽ ചെയ്ത് പുതിയ ഒരാളായി മാറാനായിട്ട് ആ ഒരു വ്യക്തി ഇപ്പോൾ പരിശ്രമിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ഇനി യൂണിവേഴ്സ് എന്ത് ഗൈഡൻസ് ആണ് തരാനുള്ളതെന്നും കൂടെ നോക്കാം. ഒരു കാർഡ് കൂടെ നോക്കട്ടെ.
ഈ ഒരു സമയം നിങ്ങളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് ദേഷ്യമായിക്കോട്ടെ സന്തോഷമായിക്കോട്ടെ, ഈ ഒരു ഇമോഷൻസ് എല്ലാം നിങ്ങൾ കൺട്രോൾ ചെയ്ത് നിങ്ങളുടെ മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റുക. നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ദേഷ്യമാണെങ്കിൽ ദേഷ്യം, സ്നേഹമാണെങ്കിൽ സ്നേഹം, ഇതെല്ലാം പുറത്തോട്ട് കാണിക്കുക. മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെയധികം വിള്ളലുകൾ വീഴും എന്നുള്ളതാണ് യൂണിവേഴ്സ് ഈ ഒരു സമയം തരുന്ന ഗൈഡൻസ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് എന്താണ് ലൈഫിൽ സന്തോഷം കിട്ടുന്നത് ഈ ഒരു സമയം? നിങ്ങൾ വളരെ സങ്കടപ്പെട്ടൊക്കെയാണ് ഈ ഒരു സമയം ഇരിക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാതെ നിങ്ങൾക്ക് ലൈഫിൽ എന്താണ് സന്തോഷം നൽകുന്നത്, ആ ഒരു സന്തോഷം നൽകുന്ന കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആകുക. അങ്ങനെ നിങ്ങളുടെ ലൈഫുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് യൂണിവേഴ്സ് ഈ ഒരു സമയം പറയുന്നത്. ഒരു കാർഡൂടെ നമുക്ക് നോക്കാം. ഈ ഒരു സമയം നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റെബിലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അത് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. ഈ ഒരു സമയം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. ഇനി ഇവിടെ വന്നിരിക്കുന്ന ക്ലോസും കൂടി നോക്കാം. വിത്തിൻ 48 hours ഈ ഒരു പേഴ്സൺ നിങ്ങളെ വളരെയധികം മിസ്സ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ല. ചിലപ്പോൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം, ഈ ഒരു പേഴ്സണിൽ നിന്ന് കിട്ടേണ്ട കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ലോങ് നെയിൽ, പത്തനംതിട്ട, യെസ് പോസിബിൾ, ജൂലൈ, മെയ് മന്ത്, റെയിൻബോ, നിങ്ങൾ റെയിൻബോ സൈൻസ് ഒക്കെ കാണുന്നുണ്ടായിരിക്കാം. ചാരിറ്റി, 1979, ഓഗസ്റ്റ്, ഷോർട്ട് ഹെയർ, കളേർഡ് ഹെയർ, 35, ഉത്രാടം, റോസ് ഫ്ലവർ, 33, വയനാട്, പിങ്ക് കളർ, നമ്പർ 15, വെനസ്ഡേ, അബ്രോഡ്, ചെന്നൈ, 29, 46, മൈസൂർ, ബാംഗ്ലൂർ, ക്രേസ് ഓൺ വെഹിക്കിൾസ്. നിങ്ങളുടെ പേഴ്സണ് വെഹിക്കിൾസിനോടൊക്കെ ക്രേസ് ഉണ്ടായിരിക്കാം. ജാനുവരി, സെൻസിറ്റീവ്, ഫോട്ടോഗ്രാഫി, നമ്പർ 7, അശ്വതി നക്ഷത്രം, നമ്പർ 9, വയലറ്റ്, ഗാർഡനിങ്. അപ്പം ഇതൊക്കെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന ക്ലോസ്. നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കണം. നിങ്ങൾ സങ്കടപ്പെടേണ്ടതായിട്ടുള്ള യാതൊരു ആവശ്യവുമില്ല. ഇവിടെ കാർഡ്സ് എല്ലാം വളരെ പോസിറ്റീവായിരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.